പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തിയ പരാമർശങ്ങളാണ് പാർലമെന്റിൽ നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ആക്രമിക്കരുതെന്ന് വ്യോമസേനയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ഇതൊരു തരത്തിലും അവരുടെ കൈകൾ കെട്ടിയിട്ടതിന് തുല്യമാണ് എന്ന് ചർച്ചയ്ക്കിടെ ഒരിക്കൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ സംസാരിക്കുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയായ കിരൺ റിജിജു രംഗത്ത് വരുന്നത്. അദ്ദേഹം ശക്തമായ ഭാഷയിലാണ് രാഹുലിനെതിരെ സംസാരിച്ചത്. AP സിംഗിന്റെ പരാമർശത്തിന് പിന്നാലെ തന്നെ വിമർശനവുമായി കിരൺ റിജിജു രംഗത്ത് വരികയാണ് ഉണ്ടായത്. ഓപ്പറേഷൻ സിന്ദൂറിന് കേന്ദ്രം സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നുവെന്ന വ്യോമസേന മേധാവി വെളിപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു. പാർലമെന്റിൽ രാഹുൽ പദവിക്ക് കളങ്കമുണ്ടാക്കിയെന്നും ഇന്ത്യയുടെ സൽപ്പേരിന് കളങ്കം വരുത്തരുതെന്നുമായ പരാമർശങ്ങൾ നടത്തിയെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യുന്നതിനിടയിൽ തന്നെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവയ്ക്കുകയും അത് വിമർശനത്തിന് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ആക്രമിക്കരുതെന്ന് വ്യോമസേനയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ഇതൊരു തരത്തിലും അവരുടെ കൈകൾ കെട്ടിയിട്ടതിന് തുല്യമാണ് എന്ന് ചർച്ചയ്ക്കിടെ രാഹുൽ പാർലമെന്റിൽ പറയുകയാണ് ചെയ്തത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനിടെ തങ്ങൾക്കുമേൽ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമസേന മേധാവിയായ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് വ്യക്തമാക്കിയിരുന്നു. ഏതെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ സ്വയം ഏർപ്പെടുത്തിയവയായിരുന്നുവെന്നും ആക്രമണം എത്രത്തോളം കടുപ്പമേറിയതാണ് എന്നും അത് തീരുമാനിച്ചത് തങ്ങൾ തന്നെയാണ് എന്നും ഇവർ വ്യക്തമാക്കുന്നു. പക്വതയോടുകൂടി തന്നെ കാര്യങ്ങളെ സമീപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ആക്രമണങ്ങൾ അത് കണക്കുകൂട്ടിയുള്ളതായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി. ഇതോടെയാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം അല്ലെങ്കിൽ പദവിക്ക് നിരക്കാത്തതാണ് എന്നും രാജ്യത്തിന്റെ സൽപ്പേര് കളങ്കം വരുത്തുന്നതായുള്ള വിമർശനങ്ങളാണ് എന്നും കിരൺ റിജിജു വ്യക്തമാക്കിയതും. നിങ്ങൾ പാകിസ്ഥാനിൽ പോയി അവരെ ആക്രമിച്ചു, എന്നിട്ട് നമ്മുടെ പൈലറ്റുമാരോട് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ ആക്രമിക്കരുത് എന്ന് പറയുകയാണ് ചെയ്തത്. അതിനർത്ഥം നിങ്ങൾ നമ്മുടെ പൈലറ്റുമാരോട് പോയി ആക്രമിക്കുവാനും പാക് പ്രതിരോധ സംവിധാനത്തെ നേരിടുവാനും പറഞ്ഞു എന്നതാണ്. എന്നുവെച്ചാൽ നിങ്ങൾ അവരുടെ കൈകൾ പിന്നിൽ കെട്ടിയിട്ടു എന്നതായിരുന്നു രാഹുലിന്റെ പരാമർശം. ഇതിന്റെ വീഡിയോ ആയിരുന്നു കിരൺ റിജിജു അവിടെ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനിടെ അപ്രതീക്ഷിതമായ നിരവധി സർപ്രൈസുകൾ ഉണ്ടായിരുന്നുവെന്ന് ഒരു US യുദ്ധ വിദഗ്ധൻ ഇപ്പോൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം കൈകോർത്തുകൊണ്ട് പ്രവർത്തിച്ചതാണ് ഓപ്പറേഷന്റെ വിജയമെന്നും, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം അല്ലെങ്കിൽ അതിന് കാരണമെന്നും ഇദ്ദേഹം പറയുന്നു. സ്വയം പ്രതിരോധിക്കുവാനും സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കാനുമുള്ള അവകാശത്തെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുക എന്ന ഉദ്ദേശത്തോടെയുമായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ദൗത്യ നിർവഹണമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.